ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കൊഴുവ കിട്ടിയിട്ടുണ്ട്. കൊഴുവ കറിയാണ് വെക്കാൻ പോണത്. പിന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ അത് ഞാൻ പറ്റിച്ചിട്ട് വെക്കുവാണ്, പുളിയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. ഇതിപ്പം കൊഴുവയാണ് കിട്ടിയത്. കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിനിത് ഇഞ്ചി, പച്ചമുളക്, കുടംപുളി, ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും ഉപ്പും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. ചട്ടിയെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കൊഴുവയുണ്ട്, കടുകൊന്നും പൊട്ടിക്കുന്നില്ല. പിള്ളേർക്ക് അത് ഇഷ്ടമല്ല കടുക് ഇങ്ങനെ പൊട്ടിക്കുന്നത്. വലിയ മീനായതുകൊണ്ട് ഉലുവായും ചേർക്കണ്ട. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളിയും ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കൊഴുവ പെട്ടെന്ന് വേകുന്ന മീനാണ്. ഒരു തിളം മതി കൊഴുവ വേകാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഈ അരപ്പ് കുറച്ച് അരപ്പ് ചേർത്താൽ മതി. വെള്ളം, അരപ്പിലേക്കുള്ള വെള്ളം കുറച്ച് ചേർത്താൽ മതി. അധികം വെള്ളം വേണ്ട, വറ്റേണ്ട ആവശ്യമില്ല, പറ്റിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കൊഴുവയ്ക്ക് വേവ് കുറവാണല്ലോ. ഞാൻ കൊഴുവ പീര വെക്കുന്നതും വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫ്രൈ ചെയ്യുന്നതും വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇതും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എടുത്തിട്ടുണ്ട്. നമ്മുടെ ചേരുവ ഇട്ട് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ പച്ചപ്പ് മാറണമല്ലോ. പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ട് സാധാ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ്. പിള്ളേർക്കും കൂട്ടാം, എല്ലാവർക്കും കൂട്ടാം. നല്ലതാണ്. കാൽസ്യം കൂടുതൽ അടങ്ങിയാണ് കൊഴുവ. കൊഴുവ ഫ്രൈ ചെയ്യുന്നതിലും നല്ലത് ഇങ്ങനെ കറി വെച്ചോ പീര വെച്ചോ കഴിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് മിക്സി കഴുകിയ വെള്ളമാണ്. മിക്സിയുടെ അകത്തേക്ക് അരപ്പിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്താണ്. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മതി നമുക്ക്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കണ്ടോ, നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ട് തിളക്കണം. തിള കഴിയുമ്പോൾ നമ്മുടെ മീൻ വാരി ഇടാം ഇതിലേക്ക്. നല്ല എല്ലാം ഉപ്പൊക്കെ ഞാൻ നോക്കി, ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. പുളി ഇനി ഇളകണമല്ലോ. പുളി ഇട്ടിട്ടുണ്ട്. പുളി ഇറങ്ങി കഴിയുമ്പോൾ ഈ കറി നമുക്ക് നോക്കാം. അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാ മീനും നല്ല ആപത്തിന് കിട്ടിയിട്ടോ. നല്ലതാണ് കൊഴുവ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തോട്ട് അരപ്പാകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും വെള്ളം മതി. എന്നുവെച്ചാൽ ഒരു തിളയേ ആകാവുള്ളൂ. വെന്തല്ലെങ്കിൽ മാംസമൊക്കെ പൊടിഞ്ഞ് ഇപ്പം തന്നെ ഇത് കണ്ട് ഇട്ടപ്പം തന്നെ അത് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഒരു ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വേവിച്ച് മാത്രം അതിൻ്റെ ആ വേവുണ്ടല്ലോ അത് മാത്രം എടുത്താൽ മതി. കുറേ നേരം പറ്റിക്കാനിരുന്ന മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തിരി അരപ്പ് കുറച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചാൽ മാത്രം മതി. ഹലോ ഫ്രണ്ട്സ്, ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൊഴുവക്കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല കൊഴുവക്കറി വയ്ക്കുന്നതാണ്. ഇങ്ങനെയാണ് സാധാ കൊഴുവക്കറി വയ്ക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഞാൻ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ശരി, അന്നേരം ബൈ.